നമസ്കാരം. തിരുച്ചിറപ്പള്ളിയിൽ തമിഴക വെട്രി കഴകം നേതാവ് വിജയുടെ ആദ്യ സംസ്ഥാന പര്യടനത്തിന് ആവേശകരമായ തുടക്കം. പതിനായിരങ്ങൾ ഒഴുകിയെത്തിയതോടെ നഗരത്തിൽ വലിയ ജനക്കൂട്ടം. വിമാനത്താവളത്തിൽ നിന്ന് സമ്മേളന വേദിയിലേക്കുള്ള 7.5 കിലോമീറ്റർ ദൂരം വിജയ് പിന്നിടാൻ കനത്ത തിരക്കിനെ തുടർന്ന് 4.5 മണിക്കൂർ എടുത്തു. കനത്ത വെയിലിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന ഗർഭിണി ഉൾപ്പെടെ 25 പേർ അസ്വസ്ഥരായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. വൈകിയെത്തിയ വിജയ് പ്രത്യേകമായി ഒരുക്കിയ ആധുനിക കാരവാനിൽ നിന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ DMK സർക്കാരിനെ കടുത്ത വിമർശനത്തിനും വിധേയമാക്കി. തിരുച്ചിറപ്പള്ളി മുൻ മുഖ്യമന്ത്രിയായ അണ്ണാദുരൈയും MGRും ചരിത്രപരമായ തീരുമാനങ്ങളെടുത്ത വേദിയാണെന്നും സ്വന്തം രാഷ്ട്രീയ യാത്രയും പുതിയ വഴിത്തിരിവാകുമെന്നും വിജയ് പ്രസംഗിച്ചു. എന്നാൽ ശബ്ദ സംവിധാനത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് 15 മിനിറ്റിനുള്ളിൽ പ്രസംഗം അവസാനിപ്പിക്കേണ്ടിയും വന്നു. പോലീസ് അനുവദിച്ചിരുന്ന രാവിലെ 10:35 മുതൽ 11 വരെ സമയപരിധി പാലിക്കാതെയും റോഡ് ഷോ അടക്കമുള്ള കർശന നിയന്ത്രണങ്ങൾ അവഗണിച്ചും നടന്ന പരിപാടി നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടാക്കി. പോലീസ് നിർദ്ദേശങ്ങൾ മറികടന്ന TVK പ്രവർത്തകരുടെ നടപടിയെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ജില്ലാ പോലീസ് അധികൃതർ ആരംഭിച്ചു. തുടർ പരിപാടികൾക്ക് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ സൂചന നൽകി. വിജയുടെ സംസ്ഥാന പര്യടനം ഡിസംബർ 20 വരെ 38 ജില്ലകളിലൂടെയും കടന്നുപോകും. പ്രചാരണത്തിന് തുടക്കം കുറിച്ച തിരുച്ചിറപ്പള്ളി സമ്മേളനം TVKയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് കൂടുതൽ ശക്തി നൽകുമെന്ന് പാർട്ടി പ്രവർത്തകർ പ്രതികരിച്ചു. സംസ്ഥാന പര്യടനത്തിന്റെ ഔദ്യോഗിക ലോഗോ കഴിഞ്ഞ ദിവസം വിജയ് പുറത്തിറക്കിയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു ചുവടുവയ്പായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പര്യടനത്തിന്റെ ഭാഗമായി സാധാരണ ജനങ്ങളുമായി സംവദിക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥി സമൂഹവുമായും യുവജനങ്ങളുമായും പ്രത്യേക കൂടിക്കാഴ്ചകൾ അദ്ദേഹം നടത്തും. ഇത് യുവതലമുറയുടെ പിന്തുണ നേടാനുള്ള തന്ത്രപരമായ നീക്കമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. TVK രൂപീകൃതമായതിനു ശേഷം വിജയ് നടത്തുന്ന ആദ്യത്തെ പ്രത്യക്ഷ ജനസമ്പർക്ക പരിപാടിയാണിത്. സിനിമാ രംഗത്ത് വലിയ ആരാധക പിന്തുണയുള്ള വിജയ് രാഷ്ട്രീയത്തിലേക്കും ഈ ജനകീയ അടിത്തറയെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴക രാഷ്ട്രീയത്തിൽ നിലവിലുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിവുള്ള ഒരു പ്രബല ശക്തിയായി വിജയ് ഉയർന്നു വരുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ വൃത്തങ്ങളും ജനങ്ങളും. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി നിലനിന്നിരുന്നെങ്കിലും TVK എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അദ്ദേഹം ഔദ്യോഗികമായി രംഗപ്രവേശനം ചെയ്തതോടെ ഇത് കൂടുതൽ വ്യക്തമാവുകയായിരുന്നു. പാർട്ടിയുടെ പേര് തന്നെ തമിഴക വെട്രി കഴകം എന്ന് നൽകിയതിലൂടെ തമിഴ് ജനതയുടെ ഉന്നമനമാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഈ സംസ്ഥാന പര്യടനം ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി കണക്കാക്കപ്പെടുന്നു. പര്യടനത്തിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും ആളുകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനും അവരെക്കുറിച്ചുള്ള ധാരണ രൂപപ്പെടുത്താനുമാണ് വിജയ് ശ്രമിക്കുന്നത്. സിനിമയുടെ തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി സമയം കണ്ടെത്തുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്നുവെന്നാണ് ആരാധകർ പറയുന്നത്. ഈ സംസ്ഥാന പര്യടനം വിജയ്ക്ക് തമിഴക രാഷ്ട്രീയത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരം നൽകുമെന്നും വിലയിരുത്തലുണ്ട്. ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് സഹായകരമാകും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ TVK എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നും കണ്ടറിയേണ്ടി വരും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയുടെ കടന്നുവരവ് പുതിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് തമിഴക രാഷ്ട്രീയം.